ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം ബാക്കി വരുന്ന ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേ കൂടെ ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ജ്യൂസും കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയി നമ്മുടെ സ്നാക്ക്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് അത് ചോറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാരറ്റും ചോറും ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ചുറ്റിയെടുത്താൽ മതിയാകും. പിന്നെ ഇത് നമുക്കൊന്ന് ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു മുട്ടയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മുട്ട ഒന്ന് നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ പൊടിയെ അരിഞ്ഞ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മല്ലിയില, അതുപോലെ തന്നെ പുതിനയില, ഒരു 3 പല്ല് വെളുത്തുള്ളി, അതുപോലെ ഇച്ചിരി ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, നന്നായിട്ട് എല്ലാം കൂടെ പൊടിയായി അരിഞ്ഞ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 3/4 കപ്പ് കടലമാവാണ് കേട്ടോ ഇത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 3/4 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് കേട്ടോ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ബീട്രൂട്ട് ജ്യൂസൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അരച്ച് വെച്ചിരിക്കുന്നത് കാരണം നമുക്കിപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കയ്യിൽ ഇച്ചിരി വെള്ളമൊക്കെ ആക്കിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വട ഷേപ്പിൽ നമുക്ക് പിടിച്ചെടുക്കാം. വെള്ളം നമ്മൾ ഇതുപോലെ കയ്യിലാക്കിക്കൊണ്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിതാ ഇതുപോലെ കുഞ്ഞു വട ഷേപ്പിലാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനൊന്ന് വെച്ച് പാനിലേക്ക് ആവശ്യമുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഓയിൽ നന്നായി ചൂടായ ഉടനെ നമുക്കിതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്നാക്ക് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗത്തിൽ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റെസിപ്പിയൊക്കെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആയിട്ട് വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി പഴയ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇനി ആരും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതുപോലെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ അതും കൂടെ ചേർത്തുകൊണ്ട് നമുക്കൊരു കിടുക്കാച്ചി സ്നാക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ ചോറ് കൊണ്ടുണ്ടാക്കിയ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് നല്ല കിട്ടിലൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ടൊക്കെ ചേർത്ത് കൊടുത്ത കാരണം നല്ല കിട്ടിലൻ കളറിൽ തന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കിട്ടിലൻ സ്നാക്ക് റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് പുതിന ചട്നി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു പഴയ ചോറുണ്ടാക്കിയ സ്നാക്കും കൂടെ കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ നോക്കി നല്ല സോഫ്റ്റായിട്ട്, വെളിയിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.